എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു കുട്ടി മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് ഞാൻ എണീറ്റിട്ടുണ്ടായത്. ഒരു 8 മണി 8:15 ആയിട്ടുണ്ട്. കോളേജ് ഇല്ലാത്ത ദിവസമൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ എണീക്കാറുള്ളത്. കോളേജുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ 4 മണിക്കെങ്കിലും എണീറ്റാലാണ് നമുക്ക് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കോളേജിലെത്താൻ പറ്റുള്ളൂ. സോ ഞാൻ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് എണീക്കാറുള്ളത്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ എണീറ്റിരുന്നിട്ട് ഒരു ചെറിയ പ്രയറൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ എണീക്കാറ്. പിന്നെ സൈഡിൽ കൂടെ തൂങ്ങി നിൽക്കുന്നത് ബെഡ് സ്വിച്ചാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ പണി അത്രയ്ക്ക് അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വയറിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ബാക്കി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് മടക്കി വെക്കുമ്പോൾ ഞാൻ എന്തോ വലിയ കാര്യം ചെയ്ത് തീർത്ത പോലെ ഒരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. സോ ഇതാണ് എൻ്റെ എണീറ്റ് വരുമ്പോഴുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത്. രാവിലെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴേക്കും ഇതാണ് കേട്ടോ എൻ്റെ മുടിയുടെ ഒരു കോലം എന്ന് പറയുന്നത്. രാത്രി ഞാൻ മര്യാദക്കൊക്കെ കിട്ടി വെച്ചായിരുന്നു കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ പക്ഷേ ഈ ഒരു ലുക്കായിരിക്കും. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ മുടി അധികം ഒരയോ പൊട്ടോ ഒന്നും ചെയ്യില്ല ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഒരു യൂണിഫോമാണ്. ഞാൻ 8th 9th 10th ഒക്കെ പഠിക്കുന്ന സമയത്തുള്ള യൂണിഫോമാണ് കേട്ടോ. ഒരു ചുരിദാർ മോഡൽ യൂണിഫോമാണ്. ഇപ്പോൾ കോളേജിലായപ്പോൾ ഷർട്ട് കോട്ട് പാൻറ്റ് അങ്ങനത്തെ മോഡലാണ്. പക്ഷേ എനിക്ക് ചുരിദാറാണ് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും വേറെ യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിലിട്ടിട്ട് തീർക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് പിന്നെ എൻ്റെ 5th തൊട്ടുള്ള യൂണിഫോമൊക്കെ ഇപ്പോഴും പാകമാണ് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ എൻ്റെ മുടി ഒന്ന് അഴിച്ച് കെട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ രാത്രി കെട്ടുന്നത് ഇങ്ങനെ പിന്നിട്ടിട്ടാണ് കെട്ടുന്നത്. നമ്മുടെ മുടിക്ക് കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ കെട്ടി വെക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ പിന്നിട്ടിട്ട് മുകളിലേക്ക് ഇങ്ങനെ മടക്കി കെട്ടി വെക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ലെങ്ത്തുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. പിന്നെ ഞാൻ മുടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചടയൊക്കെ കളഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ മുടി ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കെട്ടിയിട്ടുണ്ടായത്. എല്ലാം കൂടെ എടുത്ത് ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു സ്ക്രഞ്ചീസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കെട്ടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഒരു ഐസ് വാട്ടറിലൊക്കെ ഫേസ് ഡിപ്പ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇന്ന് നല്ല തൊണ്ടവേദന ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ റിസ്ക് എടുക്കണ്ടാവെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഇന്ന് അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ സൗണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വിഷയമാവും. പിന്നെ ഞാൻ എണീറ്റ് വന്നു. അപ്പോൾ പപ്പ അമ്മയൊക്കെ ഓൾറെഡി വർക്കിനൊക്കെ പോയിട്ടുണ്ടായിട്ടോ. പിന്നെ ആകെ ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോറി, ഇവനല്ല കേട്ടോ, ഇവളാണ്. അങ്ങനെ അവളെ കുറച്ച് നേരം ഇങ്ങനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു സംഭവം കണ്ടത്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു വെറൈറ്റി സംഭവമായിട്ട് എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മഞ്ഞ കളറിലെ പൂവൊക്കെ വരുന്നൊരു ചെടിയാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു പൂ മാത്രം പിങ്ക് കളറിൽ വന്നേക്കുന്നു. ഞാൻ വേറെ ചെടിയുടെ വല്ലതാണോ നോക്കി, പക്ഷേ ആ ചെടിയിൽ തന്നെ ആ ഒരു പൂ മാത്രം ഒരു പിങ്ക് കളറിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു പൂ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരിതൾ മാത്രം പിങ്ക് കളറിൽ വന്നിട്ട് ബാക്കിയൊക്കെ മഞ്ഞ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കുളിയൊക്കെ പാസ്സാക്കി പിന്നെ പല്ലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് ഞാനിങ്ങനെ ഒരു ലൈറ്റ് ചൂടുവെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മുടെ ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കാനും പിന്നെ നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ചൂട് ഗ്ലാസ് എൻ്റെ അടുത്ത് തൊണ്ടയിൽ കുറച്ച് നേരം വെക്കുന്നുണ്ട്. കാരണം എനിക്ക് തൊണ്ടവേദന ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഓരോ സിപ്പും ടൈം എടുത്ത് കുടിക്കുക കേട്ടോ. ഒറ്റയടിക്ക് കുടിക്കാൻ നിൽക്കരുത്. പിന്നെ ഞാനിങ്ങനെ മുടി കെട്ടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കെട്ടുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു മുടി വലിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇറിറ്റേഷൻ അല്ലേ, അത് കുറേ നേരമായിട്ട് ഞാനിവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ സ്കിൻ കെയറിലേക്ക് കിടക്കുകയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീനാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. കാരണം ഓരോ പ്രൊഡക്ട്സ് ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ആകെ മൊത്തം പിമ്പിൾസൊക്കെ ആയിട്ട് ആകെ സ്കിൻ ബാരിയറൊക്കെ ബ്രേക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ലൈറ്റായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് മോയ്സ്ചറൈസറായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. പിന്നെ ലിപ് ബാം ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കറൻറ്റ്ലി ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആയുസ് ഹെർബൽസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലിപ് ബാമാണ്. അടിപൊളി ലിപ് ബാമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൺസ്ക്രീൻ ഞാൻ ജസ്റ്റ് ഒരു പേരിന് മാത്രം ഇടുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു സ്കിൻ കെയർ കംപ്ലീറ്റ് ആക്കാന്നുള്ള രീതിയിൽ മാത്രം ഇടുന്നുള്ളൂ. അല്ലാണ്ട് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും എവിടെയും പോകുന്നില്ല. അതുകൊണ്ട് SPF 30 വരുന്ന ഒരു സൺസ്ക്രീൻ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഏതോ ഒരു ഹെയർ ഇങ്ങനെ വലിഞ്ഞിരിക്കുന്നുണ്ടെന്നാ കിട്ടി വെച്ചതിൻ്റെ അകത്തുനിന്ന്. ആ ഹെയർ ഞാൻ കണ്ടുപിടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പിന്നെ ഞാൻ ഫുഡിൻ്റെ പരിപാടിയിലേക്കൊക്കെ കിടക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ദിവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കാണുമ്പോൾ ഇങ്ങനെ കടിച്ചിനാൻ തോന്നും. ചിലർ വിചാരിക്കും വീട്ടിൽ ഇങ്ങനെ പട്ടീനെയൊക്കെ കയറ്റുമെന്ന്. പക്ഷേ ഞങ്ങളങ്ങനെ പട്ടി എന്നുള്ളൊരു രീതിയിൽ കാണാറില്ല. വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ രാവിലത്തെ ഫുഡിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ചായ കോഫി അങ്ങനത്തെ സാധനങ്ങളൊന്നും രാവിലെ കുടിക്കാറില്ല. രാവിലെ എന്നല്ല ഞാനങ്ങനെ കുടിക്കാറില്ല. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ കാലത്ത് കുടിച്ചത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ വോട്ട് എയ്റ്റിനിടയിൽ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ രാവിലെ മിക്കപ്പോഴും ഈ പാലിൽ ചോക്കോസ് ഇട്ടിട്ട് കഴിക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഇതൊട്ടും ഹെൽത്തി ഒന്നും അല്ല കേട്ടോ. അതിപ്പോൾ ചായ ആണെങ്കിലും കോഫി ആണെന്നുണ്ടെങ്കിലും ഹെൽത്തി ഒന്നും അല്ലല്ലോ. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ.
പിന്നെ ഞാനിങ്ങനെ മോർണിംഗ് റൂട്ടീൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡെയിലി വ്ലോഗ് പോലൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ലോങ് വീഡിയോ ആയിട്ട്. അതുകൊണ്ട് ഇത് കാണുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വെറുപ്പിക്കലാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ചെറിയൊരു ടു ഡു ലിസ്റ്റ് പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇന്നത്തേക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ മിക്കതും മറന്നു പോകും കേട്ടോ. അപ്പോൾ ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ കൂടെ ഞാനതൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇൻസ്റ്റാഗ്രാം നോക്കും, വാട്സപ്പ് നോക്കും, പിന്നെ യൂട്യൂബിൽ വന്നിട്ടുള്ള കമൻസ് ഒക്കെ നോക്കും, മെയിൽ ചെക്ക് ചെയ്യും. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ ഒരു ടൈം വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഫോണിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ എന്നുള്ളൊരു കണക്കിലാണ് ഞാൻ ഫോൺ നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് നൈക്കിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ടായ ഒരു കൊറിയറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ മിക്കവാറും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇരിക്കിരിക്കി വിശക്കണ്ട മോനി. പിന്നെ നമുക്ക് ഇവക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിട്ടോ. ഒരു 11 മണി 11:30 ആവുന്ന സമയത്താണ് ഞാൻ കൊടുക്കാറ്. അതെന്നേക്കാൾ നന്നായിട്ട് ഇവനറിയാം. അതുകൊണ്ട് ചാടി ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തിട്ട് എടുത്തോ എന്നൊക്കെ പറയുന്ന സമയത്ത് എടുക്കുകയുള്ളൂ. അതിനൊക്കെ ഭയങ്കര അനുസരണയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വിശക്കണ്ടതെനിക്ക് എടുത്തോ. സോ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ മോർണിംഗ് റൂട്ടീനിൽ വന്നിട്ടുണ്ടായ കാര്യങ്ങൾ. ഒരു 11:30 വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്, വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഈ കുറച്ച് കാലി ബോട്ടിൽസ് ഉണ്ട്, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബോറടിച്ചോ വെറുപ്പിക്കലായോ എന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് പറയാം കേട്ടോ. സോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ടാറ്റാ.